അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രസവം നിർത്തുക എന്നുള്ളത്. പ്രസവം നിർത്തുക എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, പ്രസവം തീരെ നിർത്തിക്കളയുക, അതായത് ജീവിതത്തിൽ പിന്നെ ആ സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രസവം നിർത്തുക. രണ്ടാമത്തത്, ഒരു നിശ്ചിത കാലത്തേക്ക്, ഉദാഹരണത്തിന് 2-3 വർഷത്തേക്ക് പ്രസവം ദീർഘിപ്പിക്കുക, നീട്ടിവെക്കുക. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അതിന് പല ന്യായങ്ങളും പറയും, പല കാരണങ്ങളും. 1-2 കുട്ടികളായി, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ഇനി മതി, പ്രസവം പാടെ നിർത്തിക്കളയുക. അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. കുട്ടികളെ തരാൻ കഴിവുള്ള പടച്ച റബ്ബിന് കുട്ടികളെ തിരിച്ചെടുക്കാനും കഴിയും. നമ്മുടെ കുട്ടികളെ എങ്ങാനും അല്ലാഹു തആല തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹുവിന്റെ കാവലിലായി പൊരുത്തത്തോട് നീട്ടിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ എങ്ങാനും കുട്ടികൾ മരണപ്പെട്ടു പോയാൽ പിന്നെ കുട്ടികളില്ലാത്തൊരവസ്ഥയായി മാറും. അപ്പോൾ അല്ലാഹു തആല എത്രയോ കുട്ടികളെയാണ് നമുക്ക് തരുന്നത്. ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. കാരണം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യാൻ നമുക്ക് മക്കൾ വേണം. അതിന് മക്കളുണ്ടാവണം. ദീനിന്റെ വിധിവിലക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് ദീനിന്റെ ചട്ടക്കൂടുകളിൽ നമ്മൾ വളർത്തുകയും വേണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇങ്ങനെ പ്രസവം നിർത്തുന്നതിന്റെ വിധി എന്താണ്, പണ്ഡിതന്മാർ കിതാബിൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ പ്രസവം നിർത്തുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ, അതായത് ജീവിതത്തിൽ പിന്നെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രസവം നിർത്തുക എന്നുള്ളത് അത് തനിച്ച ഹറാമാണ്, പച്ച ഹറാമാണ്. അതിന് തെളിവ് വേണോ അല്ലേ? പറയാം. ബഹുമാനപ്പെട്ട ഖാത്തിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന കിതാബിന്റെ 8ാം വാള്യം 450-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വയഹ്റുമുൽ ഇസ്തിഅമാലു മാ യഖ്തഉൽ ഹബ്ല മിൻ അസ്ലിഹി. അതായത് ജീവിതത്തിൽ പിന്നെ പ്രസവിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ പ്രസവം നിർത്തുക എന്നുള്ളത് കമാ സ്വറഹ ബിഹി കസീറുന, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ രൂപത്തിൽ വഹുവ ലാഹിറുൻ, അത് വ്യക്തമാണ്, തനിച്ച ഹറാമ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. അതായത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ വഴിയോ അല്ല എന്ത് രൂപത്തിലാണെങ്കിലും ജീവിതത്തിൽ പിന്നെ പ്രസവിക്കാത്ത രൂപത്തിലാക്കുക എന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന കിതാബിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ജീവിതത്തിൽ പിന്നെ പ്രസവിക്കാൻ കഴിയൂല എന്നുള്ള രൂപത്തിൽ പൂർണ്ണമായും പ്രസവം നിർത്തുക എന്നുള്ളത് തനിച്ച ഹറാമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ രണ്ടാമത് പറഞ്ഞ പ്രസവം ദീർഘിപ്പിക്കുക, കുറച്ച് വർഷത്തേക്ക് പ്രസവം നീട്ടിവെക്കുക, അതിന്റെ വിധി എന്താണ്? ഇതേ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന കിതാബിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷർവാനി എന്ന കിതാബിന്റെ 10ാം വാള്യം 28-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അമ്മാ മാ യുബ്തിഹുൽ ഹംല മുദ്ദതൻ. ഇനി ഒരു നിശ്ചിത കാലത്തേക്ക് ഈ പ്രസവത്തിനെ നീട്ടിവെക്കുക എന്നുള്ളത് വലാ യഖ്തഉഹു മിൻ അസ്ലിഹി, തീരെ പ്രസവത്തിനെ ഒഴിവാക്കുക എന്നുള്ളതല്ല, കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് ഫലാ യഹ്റുമു, അത് ഹറാമില്ല. അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ തീരെ പ്രസവിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ പ്രസവം നിർത്തൽ അത് ഹറാമാണ്. ഇനി കുറച്ചു കാലത്തേക്ക് പ്രസവത്തിന് നീട്ടിവെക്കുക എന്നുള്ളത് അത് ഹറാമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറഞ്ഞത്. ഇനി വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പ്രസവം നിർത്താൻ പാടുണ്ടോ? ഉദാഹരണത്തിന് 2-3 ഒക്കെ പ്രസവിച്ചു, 3ഉം സിസേറിയൻ ആയിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നു. ഇനി ഒരു പ്രസവം ആ സ്ത്രീക്ക് താങ്ങാൻ പറ്റൂല എന്ന് ഡോക്ടർമാരൊക്കെ വിധി എഴുതി കഴിഞ്ഞാൽ അത് വ്യക്തമായ കാരണമാണ്. അവിടെ പ്രസവം നിർത്തുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല, അങ്ങനെ പ്രസവം നിർത്തല് ഹറാമില്ല. ഇനി പ്രസവം താൽക്കാലികമായി നിർത്തുക എന്ന് പറഞ്ഞല്ലോ, അതും ഇതുപോലെ മെഡിസിൻ ഉപയോഗിച്ചിട്ടോ മറ്റെന്ത് മാർഗം ഉപയോഗിച്ചിട്ട്
പ്രസവം ദീർഘിപ്പിക്കുന്നതാണെങ്കിലും അവിടെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ കറാഹത്തില്ല, കാരണങ്ങൾ ഇല്ലാതെയാണെങ്കിൽ അവിടെ കറാഹത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് കാരണങ്ങൾ വരുന്നത്? ഉദാഹരണത്തിന് 2-3 കുട്ടികളെ പ്രസവിച്ചു, അത് വർഷാവർഷം പ്രസവിച്ചു, ചെറിയ ചെറിയ കുട്ടികളാണ്. ഇനി ഒരു പ്രസവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ നോക്കാൻ പറ്റൂല, ആ കുട്ടികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റൂല, മുലപ്പാൽ കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രസവം കുറച്ച് ദീർഘിപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല.